ഹായ് ഹലോ. ഇന്ന് ഒരു മധുരക്കറി നമ്മൾ ഓണത്തിനൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന മധുര പച്ചടി. അപ്പോൾ അത് പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ മധുരക്കറിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പൈനാപ്പിൾ നല്ലൊരുവിധം എനിക്ക് കിട്ടിയിട്ടുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്ത പൈനാപ്പിൾ അല്ല കേട്ടോ. നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ ഒന്നും കൂടി രുചിയേറും. അപ്പോൾ എനിക്ക് എന്നാൽ അത്യാവശ്യം പഴുത്തൊരു പൈനാപ്പിളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്ത് അതിനകത്തേക്ക് വേണ്ട ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കണം. അരപ്പെന്ന് പറയുന്നത് നാളികേരം, ഒരു ബൗളോളം ചിരകിയ നാളികേരം, അതിനകത്തേക്ക് 1 ടീസ്പൂണോളം നല്ല ജീരകം, അതായത് ചെറിയ ജീരകം. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പൈനാപ്പിളിൻ്റെ കുറച്ച് പീസസ് കൂടി ഈ അരപ്പിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് അരയ്ക്കുമ്പോൾ ഈ ബൗളിനകത്തേക്ക് തന്നെ കുറച്ച് പൈനാപ്പിൾ പീസസും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അതൊരു കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് കിട്ടാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് അത് അരച്ച് ചേർത്തതിന് ശേഷം ഈ ഒരു തവണ ഈ ബൗളിലിട്ട് അരച്ചതിന് ശേഷം വീണ്ടും അതിനകത്തേക്ക് 1 ടീസ്പൂണോളം കടുക്, ഈ എന്താണ് നമ്മൾ പച്ചടി എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് വേണ്ടുന്ന അരപ്പിൽ ചേർക്കുന്നതാണ്. ഇത് ഒരു തവണ ഞാൻ അരച്ചതിന് ശേഷം ചേർക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലങ്ങ് പേസ്റ്റ് പോലെ അരിഞ്ഞു പോവാതിരിക്കാനാണ്. ആദ്യത്തെ ഈ ജീരകമൊക്കെ വെച്ച് അരച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് ഒന്നുകൂടി കറക്കിയെടുക്കുക. അപ്പോൾ അത് അത്യാവശ്യം പൊടിഞ്ഞിട്ടും ഉണ്ടാവും, എന്നാൽ വല്ലാതെ പേസ്റ്റ് ആവുകയില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് അപ്പോഴേക്കും നമ്മുടെ വേവിക്കാൻ വെച്ച പൈനാപ്പിൾ ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ വെള്ളമുണ്ട് എങ്കിൽ പോലും അതിനിപ്പോൾ ഞാൻ ഈ പാകത്തിലാണ് ഇതിനകത്തേക്ക് ഈ അരപ്പ് ചേർക്കുന്നത്. ഈ അരപ്പ് ചേർത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് വിടുന്നത് വരെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചെറുതീയിൽ തന്നെ വെച്ചിട്ട് ചെയ്യണേ, കാരണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ബൗൾ തൈര്, അധികം പുളിയില്ലാത്ത തൈര്, അതൊന്ന് ഞാൻ മിക്സിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് ഞാനത് വല്ലാതെ ഇങ്ങനെ കട്ടിക്കറിയായിട്ടല്ല ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇച്ചിരി ഗ്രേവി പോലെ ആണ് ചെയ്തത്. പിന്നെ ഇത് ഇത്തിരി നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ചൂടോടെ ഇത് ഉപയോഗിക്കുന്നില്ല. അത് ചൂട് ആറിയതിന് ശേഷമാണല്ലോ ഇങ്ങനത്തെ ഉള്ള കറികളൊക്കെ നമ്മൾ കഴിക്കുന്നത്. അപ്പോഴേക്കും ഇത് അതിൻ്റെ കൺസിസ്റ്റൻസി, അതായത് കട്ടിയായിട്ടിരിക്കും. ഒന്നാമത് നമ്മൾ അരച്ചതിൽ ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ്, ഈ പൈനാപ്പിൾ തന്നെ അരച്ചും ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒന്നുകൂടി കുറുതാവും. ഇതിപ്പോൾ ചൂടോടെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്കത് അധികം കൺസിസ്റ്റൻസി ഇങ്ങനെയാണല്ലോ എന്ന് തോന്നരുത്. ഇത് കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോൾ ഗട്ടിയായി കിട്ടും. പിന്നെ ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. കടുക്, വറ്റൽമുളക്, വേപ്പില, അതിന് ശേഷം ഒരു സ്വല്പം കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രം ഇത് ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർക്കുന്നു, താളിച്ചൊഴിക്കുന്നു. കൂടാതെ ഒരു സ്വല്പം പഞ്ചസാര, ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര. അത് ഞാൻ എൻ്റെ ഈ പൈനാപ്പിൾ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ മധുരമുള്ള ഒരു പൈനാപ്പിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് പഞ്ചസാര മധുരത്തോട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരിത്തിരി ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതിന് ശേഷം നമുക്കത് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴേക്കും അത് പാകമായിട്ടുണ്ടാവും, കട്ടിയായിട്ടുള്ള കറിയായിട്ടുണ്ടാവും. ഇപ്പോഴും അത് ചൂട് തന്നെയാണ്, കുറച്ചായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ അതിന് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു കറിയാണ്, കാരണം ഓണത്തിൻ്റെ ഇടയ്ക്ക് ഇവർ കഴിക്കുന്ന കറികളിൽ പ്രധാനപ്പെട്ടത് ഒന്നായിരിക്കും പൈനാപ്പിൾ പച്ചടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.